കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട മേയർ ബീന ഫിലിപ്പിൻ്റെയും ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെ ഒരു തീരദേശ പ്രദേശം പയ്യാനക്കൽ പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് നോക്കിക്കാണുമ്പോൾ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി കഴിയുക. നമ്മുടെ പ്രദേശത്ത് ഒരു കാലത്ത് ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടും ക്യാമ്പുകളുമായിരുന്നു. ഇന്ന് വെള്ളക്കെട്ടില്ല, ക്യാമ്പുകളില്ല. BK കനാൽ ഉൾപ്പെടെ എത്രയെത്ര കനാലുകളാണ് ആ ഭാഗത്ത് നവീകരിക്കപ്പെട്ടത്. കല്ലായിപ്പുഴയുടെ ചളിയെടുക്കൽ പ്രക്രിയ എത്ര ഭംഗിയായിട്ടാണ്, എത്ര പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യാഥാർത്ഥ്യമാക്കിയത്. നമ്മുടെ പ്രദേശത്തെ തെരുവ് വിളക്കുകളുടെ പ്രശ്നവും കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നവും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിന് നേതൃത്വം കൊടുത്ത മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. അതിനിടയിലാണ് ചില കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ തെറ്റായ രൂപത്തിൽ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊന്നാണ് പയ്യാനക്കൽ പൊതു കളിസ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. 2025-2026 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് CP മുസാഫർ അഹമ്മദ് നടത്തിയ പ്രസംഗമാണിത്. ഇതൊരു പൊതുരേഖയാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് പയ്യാനക്കൽ കളിസ്ഥല നിർമ്മാണത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ഥലമെടുപ്പ് ബഡ്ജറ്റ് വർഷം പൂർത്തീകരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതു കളിസ്ഥലത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്ന 1 ഏക്കർ 63 സെൻറ്റ് സ്ഥലത്തിൻ്റെ വില നിശ്ചയിച്ചു തരേണ്ടത് റവന്യൂ വകുപ്പായിരുന്നു. റവന്യൂ വകുപ്പ് 13 കോടി രൂപ പ്രസ്തുത സ്ഥലത്തിന് വില നിശ്ചയിച്ചു നൽകി. ആ തുക കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ വകയിരുത്തുകയും ആ വകയിരുത്തിയ കാര്യം ജില്ലാ കലക്ടറെ അറിയിച്ചുകൊണ്ട് ജില്ലാ കലക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. ആ കത്തിൻ്റെ കോപ്പിയാണ് ഇവിടെ കാണുന്നത്. ഈ വസ്തുത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കും പത്രമാധ്യമങ്ങൾക്കും 75-ലേറെ വരുന്ന കോർപ്പറേഷൻ കൗൺസിലർമാർക്കും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആ വസ്തുതയാണ് ഇപ്പോൾ തെറ്റായി പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പയ്യാനക്കൽ ചാമുണ്ടി വളപ്പിലെ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയത്തെ സംബന്ധിച്ച് 2025-26 ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്. മൾട്ടിപർപ്പസ് കോംപ്ലക്സിന് പണം വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചാമുണ്ടി വളപ്പ് മൾട്ടിപർപ്പസ് കോംപ്ലക്സിന് വേണ്ടി തുക വകയിരുത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരാണ്. 2024-25 ബഡ്ജറ്റിലാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. ആ തുക വകയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. ടെൻഡർ നടപടികളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി തീരദേശ വകുപ്പിൽ നിന്നും അതിൻ്റെ നിർവഹണ ചുമതല സാംസ്കാരിക വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കേരള ഗവർണർക്ക് വേണ്ടി സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ള ഒരു രേഖയാണ്. ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നാണ് വിവരാവകാശ രേഖ ചോദിച്ചത്. ആ വിവരാവകാശ രേഖ ചോദിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനോടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു അബദ്ധം എന്നുള്ള നിലക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി സങ്കീർണമായ നടപടിക്രമങ്ങൾ കടന്നുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിന് കഴിയും. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ എടുത്തിട്ടുണ്ട്. ഈ നഗരത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന സർവതലസ്പർശിയായിട്ടുള്ള വികസനം കോഴിക്കോട് കോർപ്പറേഷൻ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇനിയും വരാനിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലും ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും. തീർച്ചയായും പയ്യാനക്കൽ പൊതു കളിസ്ഥലവും ചാമുണ്ടി വളപ്പ് മൾട്ടിപർപ്പസ് കോംപ്ലക്സും ഈ വരുന്ന പ്രവർത്തന വർഷക്കാലം, വരുന്ന 5 വർഷക്കാലം കൊണ്ട് കോഴിക്കോട് നഗരത്തിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്.